എല്ലാവർക്കും ഇൻസി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, റോന്ത്, സർക്കിട്ട് തുടങ്ങിയ സിനിമകൾ ഉൾപ്പെടെ 7 പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് സർജമീൻ എന്ന സിനിമയെക്കുറിച്ചാണ്. പൃഥ്വിരാജ്, സുകുമാരൻ, കജോൾ എന്നിവർ പ്രധാന റോളിലെത്തി ബോളിവുഡിൽ നിന്നും ഡയറക്റ്റ് OTT റിലീസിന് ഒരുങ്ങുന്ന ആക്ഷൻ ഡ്രാമ ത്രില്ലർ സിനിമയാണ് സർജമീൻ. സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ചിത്രം അടുത്തയാഴ്ച ജൂലൈ 28-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ മലയാളം ട്രെയിലർ ഇപ്പോൾ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. അടുത്ത അപ്ഡേറ്റ് DNA എന്ന സിനിമയെക്കുറിച്ചാണ്. നെൽസൺ വെങ്കടേശൻ സംവിധാനം ചെയ്ത് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ് DNA. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമയിൽ അഥർവ, നിമിഷ സജയൻ തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂലൈ മാസം അവസാന ആഴ്ചയോടെ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പടത്തലവൻ എന്ന സിനിമയെക്കുറിച്ചാണ്. അൻപു സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തി ഷൺമുഖൻ പാണ്ഡ്യൻ നായകനായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് പടത്തലവൻ. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഒഫീഷ്യലായി സൺനെക്സ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. ചിത്രം ജൂലൈ 18-ന് വരുന്ന വെള്ളിയാഴ്ച സൺനെക്സ്റ്റ് വഴി സ്ട്രീം ചെയ്യുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. തമർ സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനായി അജിത് വിനായക ഫിലിംസിൻ്റെ ബാനറിൽ തിയേറ്ററിലേക്ക് എത്തിയ മലയാള സിനിമയാണ് സർക്കിട്ട്. തിയേറ്ററിൽ നിന്നും ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്തുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ OTT റിലീസിനായി നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. മനോരമ മാക്സ് സിനിമയുടെ OTT അവകാശങ്ങൾ ഒഫീഷ്യലായി സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജൂലൈ 25-ന് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടെ മനോരമ മാക്സ് വഴി ചിത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയെക്കുറിച്ചാണ്. ജൂൺ മാസം തിയേറ്ററിലേക്ക് എത്തി റോഷൻ മാത്യു, ലക്ഷ്മി മേനോൻ തുടങ്ങിയവർ തകർത്തഭിനയിച്ച മലയാള സിനിമയാണ് റോന്ത്. തിയേറ്ററിൽ നിന്നും ചിത്രത്തിന് അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് ലഭിച്ചത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഷാഹി കബീർ സിനിമയുടെ OTT റിലീസിനായാണ്. നെറ്റ്ഫ്ലിക്സ് ഒഫീഷ്യലായി ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിൽ റോന്ത് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യും. ഓഗസ്റ്റ് 8 എക്സ്പെക്റ്റഡ് ഡേറ്റ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെക്കുറിച്ചാണ്. മമ്മൂക്ക നായകനായി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം പുറത്തിറങ്ങിയ മാസ് ആക്ഷൻ ത്രില്ലർ മലയാള സിനിമയാണ് ബസൂക്ക. തിയേറ്ററിൽ നിന്നും ചിത്രത്തിന് മോശം അഭിപ്രായമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ OTT റിലീസ് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴത്തെ ബസൂക്കയുടെ OTT അവകാശങ്ങളെല്ലാം ZEE5 സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജൂലൈ 25-ന് ഈ മമ്മൂക്ക ചിത്രം ZEE5 വഴി OTT റിലീസ് ചെയ്തേക്കും. ഒഫീഷ്യൽ OTT റിലീസ് ചെയ്ത പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.